ഇന്ന് രാവിലെ അത്തമാണെന്ന് ഓർത്തുകൊണ്ട് പൂ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ മഴ പെയ്യുന്നു. ഇപ്പം മഴയൊന്ന് ജസ്റ്റ് ചാർജേ ഉള്ളൂ. അപ്പം നമുക്ക് കുടയും എടുത്തൊന്ന് പുറത്തിറങ്ങി നോക്കാം, പൂ പറിക്കാൻ പറ്റും. പൂ പറിക്കാൻ ഞാൻ എൻ്റെ കവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കവർ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും മഴ കനത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മളെ ഒരു വിധത്തെ സംഭവിക്കുന്നില്ല. ഇത്രയും നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. മഴ കാരണം നമുക്ക് ആളെ കിട്ടിയ പൂക്കൾ ഇത്രയും മതി. ഇനി ബാക്കി പൂക്കൾ നമുക്ക് പോകണം. ഇപ്പുറത്തെ സൈഡിൽ വേറെ ഇവിടെ മഴ വലുതായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ പൂക്കളുണ്ട്, എന്നിട്ടല്ലേ അവിടെയും പൂക്കളുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, അതുകൂടെ പറിക്കാൻ നോക്കാം. ഓ, മഴ കുറഞ്ഞിരിക്കുന്നു, കാഴ്ചയിട്ടിരിക്കുന്നു. പച്ചപ്പൂക്കളുടെ മൂളിപ്പാട്ടുണ്ട്. ഈ പൂക്കൾ എനിക്ക് പറിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല. ബട്ട് കുറച്ചേ പറ്റത്തുള്ളൂ. സോറി കുഞ്ഞിപ്പൂക്കൾ, നിങ്ങളുടെ മുട്ടകൾ കുറേ ഉണ്ട്. ഇപ്പോഴും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ല സുഖമുണ്ട് ഇങ്ങനെ നിൽക്കും. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ച്. ഇതോടെ പറിച്ചേക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ലവ്ലി പാച്ച് ഓഫ് പർപ്പിളുണ്ട്, ഇതോടെ പറിച്ചേക്കാം. സുന്ദരാ, ഇതോടെ പറിച്ചേക്കാം. ഇതിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന പ്ലാസ്റ്റിക് അയ്യാറിൻ്റെ സോറി അളിയ പ്ലാസ്റ്റാണ്, മഞ്ഞ കളറിലിരിക്കുന്നത്. ഇതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. മഴയുള്ളപ്പോൾ പൂക്കൾ പറിക്കാൻ ഇറങ്ങുവാണെങ്കിൽ കുട എടുക്കരുത്. ഓക്കെ, നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിരിക്കുന്നു. ഇനിയും കുടഞ്ഞില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കുള്ളത്. ഇത് കൂടുതൽ എന്ത് കുറവെന്തെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഇതെല്ലാം ഇനിയും ഗ്രൂപ്പ് ചെയ്യണം. അത് നമുക്ക് ഇവരെ ഗ്രൂപ്പ് ചെയ്യാം. ഇങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ട ഈ യെല്ലോ കുട്ടന്മാരെ ഇത് ചെയ്യാം. ഇവിടെ അങ്ങനെ ഇതുമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ചിനെ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട റെഡിനെ ചെയ്യാം.